കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു മണ്ഡലം. സംസ്ഥാന ധനമന്ത്രി മത്സരിക്കുന്ന കൊട്ടാരക്കര. ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ്. ആയിഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി കൗതുകകരമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നു. കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത് LDFന് വേണ്ടി KN ബാലഗോപാൽ, UDFന് വേണ്ടി ആയിഷ പോറ്റി, NDAക്ക് വേണ്ടി R രശ്മി എന്നിവരാണ്. കഴിഞ്ഞ തവണത്തെ UDFന്റെ സ്ഥാനാർത്ഥി ഇത്തവണ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 2006 മുതലുള്ള MLA ഇത്തവണ LDFനെതിരെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്ങനെ വളരെ വലിയ കൗതുകമാണ്. ഇതിനു മുൻപ് 2016 CPM മത്സരിച്ച വ്യക്തി കോൺഗ്രസിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ മത്സരിച്ച ആൾ BJP മത്സരിക്കുന്നു. ആകെ കൊട്ടാരക്കരയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം 2016 ആയിഷ പോറ്റി മത്സരിച്ച് ജയിക്കുമ്പോൾ 42,000-ലധികമായിരുന്നു അന്ന് അവർ നേടിയ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ അത് 10,000 ആയി കുറഞ്ഞു. അങ്ങനെ കുറച്ച സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ആ വോട്ട് വിഹിതം ഒന്ന് പരിശോധിക്കാം. ആരായിരിക്കും കൊട്ടാരക്കരയിൽ ഒരു വലിയ അട്ടിമറി നടക്കുകയാണോ? G സുധാകരൻ എന്താണോ അമ്പലപ്പുഴയിൽ ചെയ്യുന്നത് അത് ആയിഷ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ ചെയ്യാൻ കഴിയുമോ? വരട്ടെ സ്കോർ. ഇല്ല, KN ബാലഗോപാൽ തന്നെ 48.56, 42 മാത്രമേ ഉള്ളൂ. ആയിഷ പോറ്റിയെ സംബന്ധിച്ച് സമാഹരിക്കാൻ സാധ്യതയുള്ള വോട്ട് വീതം. NDAയുടെ 9.38 ആണ്. 48.56 എന്ന നല്ല ഷെയറുമായി ബാലഗോപാലിന് അവിടെ ഒരു മേൽക്കൈ, അത്യാവശ്യം നല്ല മേൽക്കൈ. കംഫർട്ടബിളായി ബാലഗോപാൽ ജയിക്കുമെന്ന് തന്നെ പറയാം. അവിടെ ഒരു മത്സരം ഉണ്ട് എന്ന് പറയത്തക്ക ഒരു മാർജിൻ നിലവിൽ ഇല്ല. അവിടെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തെ നന്നായി നോക്കി. അപ്പം എല്ലാ ബജറ്റുകളിലും നിരവധി പദ്ധതികൾ വാരിക്കോരി കൊടുത്തു. പിന്നെ മണ്ഡലത്തിൽ അദ്ദേഹത്തോട് എതിർപ്പുകളില്ല. ആർക്കും വോട്ടർമാർക്കിടയിൽ ബാലഗോപാലിന് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അദ്ദേഹത്തിന് ചെയ്യാതിരിക്കേണ്ട സാഹചര്യം അതിനൊരു ഘടകമാണ്. കാരണം കഴിഞ്ഞ വലിയ UDF തരംഗമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കൊട്ടാരക്കര പരിശോധിച്ചാൽ അതിന് ഇടത് സ്വാധീനമാണ് കൂടുതൽ. മറ്റൊരു ഘടകം, അന്ന് മത്സരിച്ച രാജഗോപാൽ അല്ല, ബാലഗോപാൽ അല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. ആദ്യമായി മത്സരിക്കുമ്പോൾ ആയിഷ പോറ്റിയെ മാറി അദ്ദേഹം മത്സരിക്കാൻ വരുന്നു. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LK പ്രേമചന്ദ്രനോട്, പക്ഷെ അതിൽ നിന്നും മാറി അദ്ദേഹം ധാരാളം പദ്ധതികൾ ഡിസൈൻ ചെയ്തു. മണ്ഡലത്തെ നന്നായി നേഴ്സ് ചെയ്തു. അപ്പോൾ ഒരുപാട് പദ്ധതികൾ നടത്തി. പിന്നെ LDFന്റെ കോർ വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഈ പറയുന്ന കരിപ്ര, വെളിയം പോലെയുള്ള പാർട്ടി കോട്ടകളുള്ള ഒരു മണ്ഡലമാണ്. അവിടെയൊക്കെ നമ്മൾ ഈ കരിപ്ര പഞ്ചായത്തിലൊക്കെ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ അവിടെ ഈ ആയിഷ പോറ്റി സ്ത്രീ വോട്ടർമാർ സാമ്പിൾ എടുക്കുമ്പോൾ അവർക്കൊരു അങ്ങനെ ഒരു പിന്തുണ ആയിഷ പോറ്റിക്ക് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വോട്ടുകൾക്ക് പുറമെ വ്യക്തിപരമായി വലിയ വോട്ടുകൾ നേടാൻ കഴിയില്ല. അവിടെ ബാലഗോപാലിന് തന്നെ വ്യക്തമായ ഒരു മണ്ഡല പുനർനിർണയത്തിന്റെ ആനുകൂല്യമാണ് KN ബാലഗോപാലിന് കിട്ടുന്നത്. മണ്ഡല പുനർനിർണയത്തിന്റെ വലിയൊരു പഴയ നെടുവത്തൂരിന്റെ ആ ഒരു ഭാഗങ്ങൾ മുഴുവൻ പുതിയ കൊട്ടാരക്കരയിലേക്ക് വരുന്നു. എനിക്ക് ഈ ഡാറ്റയിലുള്ളൊരു സംശയം, 9% മുകളിലാണ് BJPയുടെ വോട്ട് ഷെയർ പറയുന്നത്. നോക്കൂ, കഴിഞ്ഞ തവണ തന്നെ BJPക്ക് 14% വോട്ട് ഷെയർ രശ്മി മത്സരിക്കുമ്പോ അതിൽ നിന്ന് കൂടുകയല്ലേ വേണ്ടത് സാധാരണ നിലയിൽ? അല്ല, ബാലഗോപാൽ നമ്മൾ പരിശോധിക്കുമ്പം BJPക്കാർക്ക് രശ്മിയേക്കാൾ താല്പര്യം ആയിഷ പോറ്റിയോടും ബാലഗോപാലിനോടുമാണ്. അപ്പോൾ BJP അനുഭാവികൾ, അല്ലെ കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്ത BJP അനുഭാവികളിൽ ഭൂരിഭാഗം പേരും ബാലഗോപാലിനെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ മറ്റു ചിലർ ആയിഷ പോറ്റിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രശ്മിയെ പൂർണ്ണമായി അവിടെ BJP പ്രവർത്തകർ അനുകൂലിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട്. ഇതിൽ കാണുന്നത് BJPയുടെ വോട്ട് ഷെയർ കൊല്ലത്ത് മറ്റു മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കൊട്ടാരക്കരയിലാണ് ഒരു കുറവുണ്ടാകുന്നത്, ആനുപാതികമായ ഒരു കുറവുണ്ടാകുന്നു. അതിന്റെ ആനുകൂല്യം ഒരുപക്ഷെ എനിക്കൊന്ന് ബാലഗോപാലിനാണ് കിട്ടുന്നത്. എന്തായാലും BJP വോട്ട് ഷെയറിൽ ഡിപ്പ് എന്നാണ് ഈ സർവേ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ 15%-നടുത്ത് വോട്ട് ഷെയറുണ്ട്. ഇത്തവണ 9% ചില്ലറ എന്ന് കാണിക്കുന്നു. BJP ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നതും. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്.